എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS വ്ളോഗ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി രസമാണ്. അതായത് നമ്മുടെ ഉണക്ക തേങ്ങ അരച്ച് ചേർത്ത രസം. അപ്പോൾ ഉണക്ക തേങ്ങയും തക്കാളിയും മുളകും പച്ചമുളകും കൂടെ വടിയെ അരച്ചതാണ് ഈ കൂട്ട്. അതിനുശേഷം നാം ഇതിൽ ചേർക്കുന്നത് 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുരുമുളക് ഈ ചെറിയ അളവിൽ ചെറിയ കരണ്ടിക്ക് 3 കരണ്ടി കുരുമുളക് ചേർക്കണം. ഈ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ജീരകവും ഇത് 3ഉം എണ്ണയിൽ താളിച്ച് വേണം ചേർക്കാൻ. ഉള്ളി വറുത്ത് ചേർക്കുന്ന കൂട്ടത്തിൽ ഉള്ളിയും വറ്റൽമുളകും വറുത്ത് ചേർക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ അതിൽ എണ്ണയിൽ മൂപ്പിച്ച് വേണം അതിൽ ചേർക്കാനായിട്ട്. പിന്നെ നാം ചേർക്കാനുള്ളത് ശർക്കര, പിന്നെ എണ്ണ അറിയാമല്ലോ, എണ്ണ, മുളക്, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കടുക്, ഉപ്പ്, വറ്റൽമുളക് വറുത്ത് പൊടിച്ചത്, പിന്നെ കായം, ഉലുവപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. അതിൽ വെറൈറ്റി ആയിട്ട് നാം ചേർക്കുന്നത് തേങ്ങ, ഉണക്ക തേങ്ങ, അതായത് കൊട്ട തേങ്ങ, നല്ല എണ്ണ വടിയുന്ന കൊട്ട തേങ്ങ നല്ലവണ്ണം പൊടിച്ച് ഈ മിക്സിയിൽ അരച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച്, പാനല്ല, ഒരു പഴയകാല കറിച്ചട്ടി എന്ന് പറയും, നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന കറിച്ചട്ടി. ആ കറിച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഈ കൂട്ട്, അതായത് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂട്ട് നമുക്ക് ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിക്കണം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. എണ്ണ ചൂടായതിന് ശേഷം 1 സ്പൂൺ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വറ്റൽമുളകിടാം. മുളക് വറുത്ത് കടുവും മുളകും കൂടെയാണ് ഈ വറുത്ത് കൊണ്ടിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ഈ കൂട്ട് അതിലോട്ട് ഒഴിക്കണം. അതിലോട്ടൊഴിച്ച് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഇളക്കണം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം ഇതെല്ലാം കൂടെ, ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് തിളപ്പിക്കണം. ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ കൂട്ടുകൾ തക്കാളി, പച്ചമുളക്, ഉള്ളി. 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 3 തക്കാളിക്ക് അനുസരിച്ച് 2 പച്ചമുളക്, പിന്നെ 10 ചെറിയ ഉള്ളി. ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. പക്ഷേ ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ചേരുവകൾ ചേർക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടെ ഒഴിക്കാം. ഇത് 10 മിനിറ്റ് തിളച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം. കാരണം പച്ചമുളകാണ്, അത് തിളച്ച് നല്ലവണ്ണം അത് തിളച്ച് വെന്തില്ലെങ്കിൽ അതിൻ്റെ പച്ചമുളകിൻ്റെ ആ പച്ചമണം മാറില്ല. നമ്മുടെ രസം തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ നമുക്കിനി കുറച്ച് ഉപ്പ്, 1/2 സ്പൂൺ 3/4 സ്പൂൺ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നമുക്കത് ഒരു സ്ഥലത്തോട്ട് ഇറക്കി വയ്ക്കാം. 10 മിനിറ്റ് ഈ രസം തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇറക്കാവൂ. അതിനുശേഷം നമുക്ക് ഇനി ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം എണ്ണയിൽ മൂപ്പിച്ച് നമുക്കതിൽ ചേർത്ത് ഒരു 2-3 മിനിറ്റും കൂടെ തിളപ്പിക്കണം. ഇനി നമുക്കിതിൽ ലേശം കടുവും ഇഞ്ചിയും വെളുത്തുള്ളിയും, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ജീരകം, ഒരു നുള്ളു ജീരകം, പിന്നെ ഉലുവപ്പൊടി, ലേശം ഉലുവപ്പൊടി. അത് എണ്ണ മൂത്തതിന് ശേഷം നമുക്ക് ചേർക്കാം.
കുറച്ചുകൂടെ മൂക്കാനുണ്ട്. പാകത്തിന് വെളുത്തുള്ളി മൂക്കണമെങ്കിൽ അതിൻ്റെ മണം വരുകയുള്ളൂ. ജീരകവും കടുകും വെളുത്തുള്ളി ഇഞ്ചി ഈ വക ചേരുവകളാണ് ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് ഉലുവ, ലേശം മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും കൂടെ കുഴച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിവെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇടാം. എന്നിട്ടിത് അതിലോട്ട് പകർന്നൊഴിക്കണം. ഇനി ഒരല്പം 2 കഷ്ണം ശർക്കര ഇതിലിടണം. ശർക്കര ഇട്ട് നമുക്കിത് പാകത്തിനാക്കി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് ലാസ്റ്റ് കായപ്പൊടി അത് അവസാനമേ ചേർക്കാവുള്ളൂ. 1/2 സ്പൂൺ കായപ്പൊടി. അപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് കൂടെ തിളപ്പിക്കണം. നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. പക്ഷേ ഇപ്പോഴും ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ ശർക്കരയും നല്ലവണ്ണം അരച്ച തേങ്ങയും. ബാക്കിയുള്ള എല്ലാം നമ്മൾ സാധാരണ രസത്തിൽ ചേർക്കാറുണ്ടല്ലോ. ശർക്കരയും ചിലപ്പോൾ ചേർക്കും. പക്ഷേ ഈ തേങ്ങ അരച്ച രസം, അതായത് ഈ പുതിയ കാലങ്ങളിലേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. ഇത് ഞാൻ വടക്ക് നിന്ന് എൻ്റെ ഒരു സഹപാഠിയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ പ്രത്യേക ചേരുവ എന്താ? ഉണക്കത്തേങ്ങ മിക്സിയിൽ തക്കാളിയോടൊപ്പം നല്ലവണ്ണം അരച്ച് വേണം ചേർക്കാൻ. ഇപ്പോൾ ഈ രസം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത സമയങ്ങളിൽ തന്നെ കാണാം. നന്ദി, നമസ്കാരം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.